പോകുന്നത് ഡൽഹിയിലേക്കാണ്. കോക്രോച്ച് പാർട്ടി സ്ഥാപകൻ ഇപ്പോൾ ഡൽഹിയിലെത്തിയിരിക്കുകയാണ്. ഉടൻ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങും. ജന്തർ മന്ദറിലെ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കും. രാജ്യ തലസ്ഥാനത്ത് വൻ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. റഷീദ് ബിൻ മുഹമ്മദ് വിവരങ്ങൾ നൽകും. റഷീദ്, അപ്പോൾ അഭിജിത് ദീപ് കെ അദ്ദേഹം ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ള വിവരങ്ങൾ അല്പസമയത്തിനകം പുറത്തേക്ക് ഇറങ്ങും. എത്രത്തോളം ആളുകൾ, എത്രത്തോളം അദ്ദേഹത്തിന്റെ അണികൾ അവിടെ കാത്തിരിക്കുന്നുണ്ട് സ്വീകരിക്കാനായി? പിന്നീട് അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം നേരെ ഈ ജന്തർ മന്ദറിലെ പ്രതിഷേധത്തിന് അനുമതി തേടാനാണോ പോവുക? ജിൽസി, CJP സ്ഥാപകൻ അഭിജിത് ദീപ് കെ ഡൽഹിയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഏത് നിമിഷവും ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഗേറ്റിലൂടെ പുറത്തേക്ക് വരുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വലിയ സുരക്ഷാ സന്നാഹമാണ് ഡൽഹി പോലീസും അതോടൊപ്പം തന്നെ വിമാനത്താവളത്തിലെ അധികൃതരും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ സേനയുടെ കൂടി സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിൽ സുരക്ഷ ഉറപ്പുവരുത്തിയിരിക്കുന്നത്. വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അഭിജിത് ദീപ് കെക്ക് ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാനുള്ള അനുമതി നൽകിയിട്ടില്ല. അദ്ദേഹം നേരെ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും ഇവിടെ നിന്നും പോവുക. അതിനുശേഷം ഈ പ്രതിഷേധത്തിനായിട്ടുള്ള പ്രത്യേക അനുമതി തേടുകയും ചെയ്യും. ഇനി പോലീസിന്റെ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. പക്ഷേ ഈ CJP സ്ഥാപകൻ അഭിജിത് ദീപ് കെ വരുന്നതിന് മുമ്പ് തന്നെ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് സമീപവും ജന്തർ മന്ദറിലും വലിയ തോതിൽ ആളുകൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. CJPയുടെ പാറ്റകൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ ആളുകൾ വലിയ തോതിൽ തടിച്ചുകൂടുകയും ഈ പ്രതിഷേധത്തിന് ഇത്തരത്തിൽ പിന്തുണ നൽകാൻ വേണ്ടി എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അഭിജിത് ദീപ് കെ പുറത്തേക്ക് ഉടൻ തന്നെ അദ്ദേഹം പുറത്തേക്ക് വരുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഗേറ്റിലൂടെ തന്നെയായിരിക്കും അദ്ദേഹം വരിക എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മറ്റു ഗേറ്റിലൂടെ അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ചില ശ്രമങ്ങൾ ഡൽഹി പോലീസിൻ്റെയും വിമാനത്താവള അധികൃതരുടെയും ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇനി ഏത് തരത്തിലായിരിക്കും അദ്ദേഹം പ്രതികരിക്കുക, അല്ലെങ്കിൽ അദ്ദേഹം ഇതിലൂടെ തന്നെ പുറത്തേക്ക് വരുമോ എന്ന കാര്യത്തിൽ കൂടി ഒരു ആകാംക്ഷ നിലനിൽക്കുകയാണ്. കാരണം വലിയ തോതിൽ മാധ്യമങ്ങളും ആളുകളും ഇവിടെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ എത്തിയിട്ടുണ്ട്. അത് വലിയ തോതിൽ ഒരു സംഘർഷ സാഹചര്യങ്ങളിലേക്ക് കടക്കുമെന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ IB ഈ ഡൽഹി പോലീസിന് നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ഈ ഗേറ്റിലൂടെ പുറത്തേക്ക് വരികയും ചെയ്യും. അതിനുശേഷമായിരിക്കും ഡൽഹിയിലെ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക. അവിടെ അനുമതി നിഷേധിക്കുകയാണെങ്കിൽ വലിയ തോതിലുള്ള പ്രതിഷേധത്തിലേക്ക് കൂടി CJP കടക്കുമെന്നുള്ളത് തന്നെയാണ്. അദ്ദേഹത്തെ സ്വീകരിക്കാനാണ് ഈ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക് അടക്കമുള്ള മുതിർന്ന നേതാക്കൾ കൂടി ഡൽഹിയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ വലിയ ഒരു പിന്തുണ കൂടി ലഭിക്കുന്നു ഈ CJPയുടെ പ്രതിഷേധത്തിന് എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. JNU, ഡൽഹി യൂണിവേഴ്സിറ്റി അടക്കമുള്ള സർവകലാശാലകളിൽ നിന്നും വിദ്യാർത്ഥികൾ ഈ പ്രതിഷേധത്തിന് പിന്തുണ നൽകിക്കൊണ്ട് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ വലിയ അലയടി രാജ്യ തലസ്ഥാനത്ത് ഇന്ന് ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും ഇതിനോടകം തന്നെ വലിയ പിന്തുണ ഇതിനോടകം തന്നെ ഈ CJPക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ സമാധാന അന്തരീക്ഷത്തിലുള്ള പ്രതിഷേധം മാത്രമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് CJP ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ സംഘർഷാവസ്ഥയിലേക്ക് കടക്കരുത്, അതോടൊപ്പം തന്നെ മറ്റു മാർഗനിർദ്ദേശങ്ങളടക്കം പുറപ്പെടുവിച്ചുകൊണ്ട് പൂർണ്ണ സജ്ജീകരണത്തോടു കൂടി തന്നെയാണ് CJP ഈ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നത് എന്നുള്ളതും ഏറെ നിർണായകമായിട്ടുള്ളതാണ്. എന്തായാലും ഡൽഹിയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അദ്ദേഹം എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് വരുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ തോതിലുള്ള പിന്തുണയാണ് CJPക്ക് ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുള്ളത്. 2 കോടിയിലധികം പിന്തുണ ഇൻസ്റ്റഗ്രാം സമൂഹ അക്കൗണ്ടിലും അതോടൊപ്പം തന്നെ X അക്കൗണ്ടിൽ 2 ലക്ഷത്തിലധികം ആളുകൾ കൂടി പിന്തുണ നൽകുന്നുണ്ട്. മറ്റൊന്ന് അദ്ദേഹം ഈ CJPയുടെ സ്ഥാപകനും അതോടൊപ്പം തന്നെ CJP പാർട്ടിയും മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങൾ എന്ന് പറയുന്നതും രാജ്യത്ത് ഏറെ പ്രധാനപ്പെട്ടതാണ്. കാരണം വിദ്യാർത്ഥികളുടെ ഭാവിയെ തന്നെ അലങ്കോലപ്പെടുത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ തകിടം മറിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിലായി വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രതിഷേധത്തിന് ആഹ്വാനം നൽകിയിരിക്കുന്നത്. ഈ പ്രതിഷേധത്തിന് വേണ്ടി മാത്രമാണ് അദ്ദേഹം അമേരിക്കയിൽ നിന്ന് താൽക്കാലികമായി ഇന്ത്യയിലേക്കും ഡൽഹിയിലേക്ക് എത്തിയിട്ടുള്ളതിന് ശേഷം അദ്ദേഹം തിരിച്ചു പോകുമെന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി പോലീസും അതോടൊപ്പം തന്നെ കേന്ദ്ര സേനയും എങ്ങനെയാണ് ഈ പ്രതിഷേധങ്ങളെ നേരിടുക എന്നുള്ളത് കൂടി ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം വലിയ തോതിലുള്ള സുരക്ഷ ഇതിനോടകം തന്നെ
ഏർപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആരെങ്കിലും വരുമ്പോൾ ഇത്തരത്തിലുള്ള സുരക്ഷ ഉറപ്പുവരുത്താനുള്ള VVIPകൾക്ക് പോലും ഇത്തരത്തിലുള്ള സുരക്ഷ ഇവിടെ ഉണ്ടാകാറില്ല. ഈ ബാരിക്കേഡുകൾ അടക്കം ക്രമീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക ഒരു സജ്ജീകരണമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ IB ഉദ്യോഗസ്ഥരുടെ പ്രത്യേക ജാഗ്രത കൂടി ഉണ്ട്. അങ്ങനെ വലിയ ഒരു ജാഗ്രതയോട് കൂടി തന്നെയാണ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഇപ്പോൾ ഇവിടെ ഡൽഹി പോലീസും തയ്യാറായി